ഗ്ലോറി ടു ജീസസ്. ഈ നല്ല സമയത്തിനായി കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. റാപ്ചർ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കിലൂടെ നിങ്ങളെ കാണുവാൻ ദൈവം ഇടവരുത്തുന്ന ആ കൃപയ്ക്കായി കർത്താവിന് നന്ദി പറയുന്നു. കഴിഞ്ഞ പ്രൊഫറ്റിക് വേഡിലൂടെ, കഴിഞ്ഞ ആ മാസത്തിലെ പ്രൊഫറ്റിക് വേഡിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തികൾ നടന്നെന്നുള്ള ആ ഒരു ചലനം, ആ ജീവിതത്തിൽ നടന്നു വരുന്ന ഫോൺ കോളുകൾ ഞങ്ങളെ കേൾപ്പിച്ചതിനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ നടക്കുന്ന കൃപയ്ക്ക് ഓർത്ത് കർത്താവിനെ നന്ദി പറയുന്നു. ഒത്തിരി പേർ അവിശ്വാസത്തിൽ കിടക്കുന്നവർ വിശ്വാസത്തിൽ വരികയും വിശ്വാസത്തിൽ വന്നവരെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഈ വചനത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് കർത്താവിന് ഞങ്ങൾ മുഴുവൻ മഹത്വം ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ സെപ്റ്റംബർ മാസത്തിലെ പ്രൊഫറ്റിക് വേഡിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. എല്ലാവരെയും ഞങ്ങൾ അതിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായം 20-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായം 20-ാം വാക്യം. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനമെല്ലാം ജനത്തോട് പ്രസ്താവിപ്പീനെന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാരെ തടങ്കിലാക്കി. എന്തിനാ തടങ്കിലാക്കിയത്? അപ്പോസ്തലന്മാരിലൂടെ കർത്താവിൻ്റെ യേശുവിനെ നാമം മഹത്വപ്പെടുവാൻ തക്ക രീതിയിൽ പരിശുദ്ധ ശുശ്രൂഷകളെ ഏറ്റെടുത്ത ഒറ്റ കാരണത്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നപ്പോൾ അസൂയ നിറഞ്ഞ് പലരും അവരെ കാരാഗ്രഹത്തിൽ ആക്കിയപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങിയിട്ട് പറഞ്ഞ ഭാഗമാണ് ഈ ജീവന്റെ വചനം പ്രസ്താവിക്കേണ്ടവരാ നിങ്ങൾ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അഥവാ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ, യേശുവിലേക്ക് ജനത്തെ വഴി നടത്തുവാൻ വിളിക്കപ്പെട്ട ചിലതിനെ ചില മേഖലകൾക്കകത്ത് പിശാച് ഒതുക്കിയ മണ്ഡലത്തിന് നടുവിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രയിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മ പറയുക, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുകയും ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കേണ്ട നിങ്ങളെ കൂട്ടത്തിൻ്റെ നടുവിൽ, കുടുംബക്കാരുടെ നടുവിൽ, ചാർച്ചക്കാരുടെ നടുവിൽ, അല്ല നിങ്ങളായിരിക്കുന്ന മേഖലയുടെ നടുവിൽ നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ തടസ്സമിടുന്ന ഏത് മേഖലയാണെങ്കിലും ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, ഒരു ദൂതൻ ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മ ഇറക്കാൻ പോകുക. നിന്റെ കാരാഗ്രഹത്തിന്റെ നടുവിൽ, നീ ആയിരിക്കുന്ന പരിസ്ഥിതിയുടെ നടുവിൽ, നീ ആയിരിക്കുന്ന പ്രശ്നത്തിന്റെ നടുവിൽ ദൈവം നിന്നെ ദൂതനെ ഇറക്കി വിടുവിക്കാൻ പോകുക. എന്തിനാ ദൈവം നിന്റെ ജീവിതത്തിൽ ദൂതനെ ഇറക്കി വിടുവിക്കുന്നതെന്ന് അറിയാവോ? ചില പട്ടണങ്ങളിൽ സുവിശേഷം കേൾക്കേണ്ടതുണ്ട്, ചില ഗ്രാമങ്ങളിൽ സുവിശേഷം കേൾക്കേണ്ടതുണ്ട്, ചില രാജ്യങ്ങളിൽ സുവിശേഷം കേൾക്കേണ്ടതുണ്ട്, ചില ഭൂഖണ്ഡങ്ങളിൽ സുവിശേഷം കേൾക്കേണ്ടതുണ്ട്. ഇനി അധികം സമയമില്ല. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ അവനെ കുറിച്ച് പറയുവാൻ, അവന്റെ വരവിനെ കുറിച്ച് പറയുവാൻ, അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് പക്ഷപാതം ചെയ്യുന്ന യേശു വിശ്വസിക്കുന്നവരെ ചേർപ്പാൻ വീണ്ടും വരുമെന്നുള്ള ആ ജീവദായകനെ കുറിച്ച് പറയുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമേ, നിന്റെ ജീവിതത്തിലൂടെ, നിന്റെ ശുശ്രൂഷയിലൂടെ ദൈവം ചില കാര്യങ്ങൾ അറിയിപ്പിക്കാൻ പോകുക. ജീവദായകൻ ലൈനിലെ വിധവയുടെ മകന്റെ മഞ്ചത്തെ തൊട്ട മാത്രയിൽ പട്ടണം മുഴുവനും ആ വിധവയുടെ മകന്റെ അടക്കത്തിന് വേണ്ടി വന്നപ്പോൾ ജീവദായകൻ മഞ്ചത്തെ തൊട്ട സമയത്ത് മഞ്ചം ചുമന്നവർ നിന്നു. അവൻ തൊട്ടാൽ ഒരു കാര്യം ഉറപ്പാ, അവൻ ഏതൊരു കാര്യങ്ങൾ കൽപ്പിച്ചാൽ ഒരു കാര്യം ഉറപ്പാ, ആ വ്യക്തിയുടെ അവസ്ഥ, ആ കുടുംബത്തിന്റെ അവസ്ഥ, ആ തലമുറയുടെ അവസ്ഥ പഴയതുപോലെ ആയിട്ട് അല്ല. ജീവദായകൻ എവിടെ ഒരു കുടുംബത്തെ തൊട്ടോ, ഏത് പട്ടണത്തിൽ കാലുകുത്തിയോ, ഇരുട്ട് ശക്തികൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്, രോഗശക്തികൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്, ബന്ധനങ്ങൾ ആ പട്ടണത്തിൽ നിന്ന് വഴി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ജീവദായകൻ രക്ഷിക്കപ്പെട്ടവന്റെ ഉള്ളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവന്റെ ഉള്ളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്, പരിശുദ്ധന്മാരുടെ അഭിഷേകം പ്രാപിച്ച നിങ്ങളിലൂടെയാണ് അവൻ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടത്തി തരാൻ പോകുക. ജീവദായകൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിയിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യിക്കാൻ പോകുക. നിന്റെ വിളി അറിഞ്ഞിട്ടോ, നിന്റെ തെരഞ്ഞെടുപ്പ് അറിഞ്ഞിട്ടോ നിനക്ക് അതിനുള്ള വഴികൾ തുറക്കാതെ വേണം പിശാച് ചില വഴികളെ ബ്ലോക്ക് ചെയ്തെങ്കിൽ, പത്മോസിന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് യോഹന്നാനോട് പറഞ്ഞതുപോലെ ഇതാ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ജീവന വചനം പ്രസ്താവിക്കേണ്ട നിനക്ക് വേണ്ടി, അല്ല നിന്റെ കൂട്ടത്തിന് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകർക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കാൻ പോവുക. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്ന രീതിയിൽ ചില ചലനങ്ങൾ നടന്നെന്ന് പറയുന്ന രീതിയിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പോകുക. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെ സ്പർശിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവെ, വിളിയുള്ള ചിലത്, തെരഞ്ഞെടുപ്പുള്ള ചിലത്, നിന്നെ ഉയർത്തേണ്ട ചിലത്, അതിന്റെ നിലവാരത്തിൽ ഉയർത്തിയ ഒറ്റ കാരണത്താൽ ചില പ്രയാസങ്ങളിലൂടെ, ചില പ്രശ്നങ്ങളിലൂടെ, ചില നെടുവീർപ്പുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ, മതി കർത്താവെ മതി, എന്റെ ജീവനെ എടുത്താൽ മതി, ശുശ്രൂഷ മതി, എന്റെ കുടുംബം ഈ വ്യവസായത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല, എനിക്ക് ചില കാര്യങ്ങൾ നീ അറിയിച്ചു നിർത്തോളം പോകാൻ കഴിയത്തില്ല എന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിന് എന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, നിന്നെ വിടുവിക്കുവാൻ, നിന്റെ കുടുംബത്തെ വിടുവിക്കുവാൻ, നിന്റെ തലമുറകളെ വിടുവിക്കുവാൻ ഞാനിതാ ഒരു ദൂതനെ അയക്കുക. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, UAE എന്ന സ്ഥലത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളുടെ മേൽ, ലിസിയുടെ ജീവിതത്തിന്റെ മേൽ,
സാറയുടെ ജീവിതത്തിന്റെ മേൽ നിന്റെ കുടുംബത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നടത്തി തരാൻ പോകുക. നിന്റെ കുടുംബത്തിനകത്ത് വിളിയുള്ള ചിലത് പുറത്തു വരാൻ പോകുക. നിന്റെ തലമുറയ്ക്കകത്ത് വിളിയുള്ള ചിലത് പുറത്തു വരാൻ പോകുക. വിളിയുണ്ടെന്നും തെരഞ്ഞെടുപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടോ അതിന് നിലവാരത്തിൽ പുറത്തു വരാൻ കഴിയാത്ത ദൈവത്തിന്റെ അനുഭവം മാറ്റാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുക, കഴിഞ്ഞ 8 വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന സിസ്റ്റർ സോനുവിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കാൻ പോകുക. സഹോദരൻ, നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവുക. നിന്റെ വിഷയത്തിൽ ഏത് പ്രയാസമുള്ള കാര്യങ്ങളിലൂടെ നീ കടന്നു പോയാലും, വൈദ്യശാസ്ത്രം മൂത്രം നിനക്ക് എതിരായുള്ള റിപ്പോർട്ടുകൾ പറഞ്ഞാലും, ചലിക്കേണ്ടവന്റെ കരം നിന്നെ ചലിപ്പിക്കാൻ പോകുക. ഈ ശബ്ദത്തിലൂടെ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുക. അതിന്റെ അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുക. കർത്താവേ, നന്ദി പറയുന്നു. നീ കേൾപ്പിക്കുന്ന ആലോചനകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ഇത് കേട്ടുകൊണ്ടിരുന്ന സൗഖ്യം ഭാവിക്കുന്നവരുടെ മേൽ, ഇത് കേട്ടുകൊണ്ടിരുന്ന നീ ഏൽപ്പിച്ച ശുശ്രൂഷകളുടെ മേൽ ഒരു ജ്വലനം ഉണ്ടാകുന്ന മേലൊക്കെ നിന്നെ കാണുവാൻ ജനത്തെ നിന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഇവരെയൊക്കെ നീ ശക്തീകരിക്കണമേ, ഇവരെയൊക്കെ നീ ബലപ്പെടുത്തണമേ. അങ്ങയുടെ വരവനായി ഞങ്ങളെ എല്ലാവരും ഒരുക്കണ കർത്താവേ. ഒരുക്കത്തെ കുറയ്ക്കുന്ന ഒന്നും ഞങ്ങളുടെയോ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയോ തലമുറയോ ജീവിതത്തിൽ ഉണ്ടാകരുതേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും പരസ്പരം കാണും വരെയും നിന്റെ ചിറകിന്റെ മറവിൽ മറയ്ക്കണം. സകല മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.